friends, welcome back to my channel stylewithsony. അപ്പോൾ നമ്മൾ 10k സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് എങ്ങനെ പിമ്പിൾസ് പെട്ടെന്ന് തന്നെ മാറ്റാം എന്നാണ്. പിമ്പിൾസും അതിൻ്റെ പാടുകളും പെട്ടെന്ന് മാറ്റാം എന്നാണ്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും എന്നെ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു യുവർ ഫാമിലി. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കണും കൂടെ വരും, അതും കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഫ്യൂച്ചറിൽ ഞാൻ യൂസ്ഫുൾ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി നമ്മുടെ കുരുവിനെ നന്നായിട്ട് ഹീൽ ചെയ്യാനും പെട്ടെന്ന് ഉണങ്ങാനും അതിൻ്റെ പാടുകളൊക്കെ മാറ്റാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് വെളുത്തുള്ളി. ഇത് ഞാൻ 2-3 അല്ലി ഇവിടെ കാണിക്കുന്നുണ്ടെങ്കിലും ഒരല്ലി മാത്രം നമുക്ക് എടുത്താൽ മതി, അല്ലെങ്കിൽ നന്നായിട്ട് ചെറുതായിട്ട് നീറ്റൽ വരും. അതുകൊണ്ട് ഒരല്ലി എടുത്ത് നന്നായിട്ട് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ടൂത്ത് പേസ്റ്റ് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. വൈറ്റ് ടൂത്ത് പേസ്റ്റാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. വൈറ്റ് ടൂത്ത് പേസ്റ്റിൽ നമ്മുടെ ബേക്കിംഗ് സോഡയുടെ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് നന്നായിട്ട് അതിൻ്റെ ഹീൽ ചെയ്യാനും ചുറ്റുമുള്ള ആ ഒരു എന്താ പറയുക ഏരിയനെയൊക്കെ ആൻറ്റി ജെം ഒക്കെ ആക്കാനുമൊക്കെ സഹായിക്കും. നെക്സ്റ്റ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത് ഗ്ലിസറിനാണ്. എല്ലാവർക്കും അറിയാം നമ്മുടെ പിമ്പിളിനും ആക്നെ മാർക്സിനും ഒക്കെ നല്ലൊരു റെമഡി തന്നെയാണ് ഗ്ലിസറിൻ എന്ന് പറയുന്നത്. ഗ്ലിസറിൻ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഞാനിവിടെ ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ധാത്രിയുടെ കസ്തൂരി മഞ്ഞളാണ് ആഡ് ചെയ്യുന്നത്. മഞ്ഞൾ എല്ലാവർക്കും അറിയാൻ തോന്നിയത് ആൻറ്റിസെപ്റ്റിക് ആണ്. അപ്പോൾ നമ്മുടെ പിമ്പിളിന് നന്നായിട്ട് അത് ആൻറ്റിസെപ്റ്റിക് ആയിട്ടുള്ള കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് നന്നായിട്ട് നമ്മുടെ പിമ്പിളിനെ അത് മാറ്റാൻ സഹായിക്കും. അപ്പോൾ ലാസ്റ്റ് ഞാനിവിടെ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ നീം പൗഡറാണ്. നീം പൗഡർ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്കിത് ആര്യവേപ്പില ഉണക്കി പൊടിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇത് മാർക്കറ്റിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഞാനിത് റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ചതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഇത് സാഷേ ആയിട്ടാണ് ഇത് നമുക്ക് കിട്ടുന്നത്. ഇത് 120 റുപ്പീസ് എങ്ങാണ്ടാണ് ഇതിൻ്റെ പ്രൈസ്. ഇതിന് ഓൺലൈൻ അവൈലബിൾ ആണെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾ ചെക്ക് ചെയ്തേക്കുക. അപ്പം ഞാൻ അല്പം നീം പൗഡറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാ മിക്സ്ചറും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് നിങ്ങളുടെ ഫേസ് വാഷ് ചെയ്തിരിക്കണം. നിങ്ങൾ ഒന്ന് ഫേസിനെ ആവി കൊള്ളിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ആ പിമ്പിളിലെ ഏരിയയിലുള്ള ആ പോഴ്സ് ഒക്കെ തുറന്ന് വരത്തുള്ളൂ. നമ്മുടെ ഈ പേസ്റ്റ് നന്നായിട്ട് പിമ്പിളിന് അകം വരെ നന്നായിട്ട് അത് അബ്സോർബ് ചെയ്ത് എടുക്കത്തുള്ളൂ. കഴിഞ്ഞ് നമ്മൾ 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ ഈ റെമഡി റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് നിങ്ങൾ അവിടെ മോയ്സ്ചറൈസർ ഇടാനും മറക്കരുത്. നന്നായിട്ട് നമ്മൾ ആ ഏരിയ ലോക്ക് ചെയ്യണം. അതിനാണ് നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിത് ഓവർനൈറ്റ് വെക്കുക. രാത്രി അപ്ലൈ ചെയ്യുന്നതാണ് എന്തായാലും നല്ലത്. രാവിലെ ആകുമ്പോൾ നമ്മൾ ഫേസ് വാഷ് ചെയ്ത് ആ ഏരിയയിൽ ഒരു ഐസ് ക്യൂബും കൂടെ എടുത്ത് വയ്ക്കുക. ഇങ്ങനെ ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് ഒരു രാത്രി കൊണ്ട് തന്നെ പെട്ടെന്ന് അതിൻ്റെ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ പിമ്പിളുള്ള എല്ലാവരും ഇത് അപ്ലൈ ചെയ്ത് നോക്കുക. ഒരു രാത്രി കൊണ്ട് തന്നെ നിങ്ങളുടെ പിമ്പിളിന് നല്ല ചേഞ്ചസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ കഴിയും. അപ്പോൾ എനിക്ക് പിമ്പിൾസ് ഒന്നും ഇല്ല. അപ്പോൾ പിമ്പിൾസ് ഒന്നും ഇല്ലാത്ത ക്ലിയർ സ്കിന്നാണ്. അപ്പോൾ ഞാൻ എൻ്റെ സ്കിന്നിൽ പിമ്പിളുള്ള ഭാഗം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ക്രീം അപ്ലൈ ചെയ്യുകയാണ്. എവിടെയൊക്കെ അപ്ലൈ ചെയ്യണമെന്ന് നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്യുക. രാവിലെ ആകുമ്പോൾ നിങ്ങൾ കഴുകിക്കളയുന്നതാണ് ഏറ്റവും നല്ലത്. ഫേസ് വാഷ് കൊണ്ട് തന്നെ കഴുകിക്കളയണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിലും മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ചിൽഡ്രൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.